ദിലീഷ് പോത്തൻ ഈ ഒറ്റ വാക്ക് മതി, നമുക്ക് ഒറ്റ പേര് കേട്ടാൽ നമുക്ക് ഒരു മിനിമം ഗ്യാരണ്ടിയാണ്. കാരണം ദിലീഷ് പോത്തൻ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് കാണാൻ ഒരു പ്രേക്ഷകമുണ്ട്. മലയാള സിനിമയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാളാണ് തീർച്ചയായിട്ടും ദിലീഷ് പോത്തൻ. അതിന്റെ കൂട്ടത്തിൽ ശ്യാം പുഷ്കറോട് ചേരുമ്പം ഒരു ഗംഭീര കൂട്ടുകെട്ടാണ് അവിടെ വരുന്നത്. കാരണം ഇവരുടെ ജോഡി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അന്നേരം ഇവരുടെ ജോഡിയിൽ മോഹൻലാൽ കൂടി നായകനായാലോ ഇത് ഇരട്ടി മധുരമായി മാറി. ടെക്നിക്കൽ ക്രൂ, ഇതിന്റെ നെടുങ്കണ്ടം മിറാക്കിൾ എന്നാണ് ഈ സിനിമയുടെ പേരിട്ടത്. അതിന്റെ ടൈറ്റിൽ വന്നാൽ നല്ല രസമായിട്ടാണ്, ആർക്കും പിടികൊടുക്കാത്തൊരു ടൈറ്റിൽ, ഒരു ഫാന്റസി ഒക്കെ ഒരു ആക്ഷൻ ത്രില്ലർ ഫാന്റസി ചിത്രം എന്നാണ് പറയുന്നത് ആ ചിത്രത്തെ കുറിച്ച്. എന്തായാലും അതിന്റെ ടെക്നിക്കൽ ടീം മോഹൻലാലിന്റെ അടുത്ത സിനിമയിൽ അടുത്തിടയിലൊന്നും ഇത്രയും ഗംഭീരമായ ടെക്നിക്കൽ ടീം വന്നിട്ടില്ല. കാരണം സൂപ്പർ ടെക്നിക്കൽ ടീം, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സുഷീൻ ജാമാണ്, അങ്ങനെയുള്ള എല്ലാവരും ക്യാമറ എല്ലാം ടോപ്പ് നോച്ച് ആൾക്കാരെയാണ് വെച്ചിരിക്കുന്നത്. വേറെ ആരുമല്ല, ഇതിന്റെ പ്രൊഡ്യൂസർ ഷിബു ബേബി ജോൺ ആണ്. നമ്മുടെ ഇതിന് മുമ്പേ മലൈക്കോട്ടെ വാലുവിന് അദ്ദേഹത്തിന് ഭയങ്കര നഷ്ടമായിരുന്നു, പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. ഇപ്പം പറഞ്ഞു വരുന്ന വാർത്ത അനുസരിച്ച് സ്ട്രോങ് റൂമേഴ്സ് ആണ്, തമിഴ്നാട്ടിൽ നിന്ന് പുറത്തുനിന്നൊക്കെയുള്ള താരങ്ങൾ, 1-2 താരങ്ങളൂടെ ഈ സിനിമയ്ക്കകത്ത് കാണും. അതിനകത്ത് ഒരു താരം തമിഴ് താരം അർജുൻ ആണെന്നും പറയുന്നുണ്ട്. ഇത് സ്ട്രോങ് റൂമേഴ്സ് ആണ്, ശരിയാണെന്നുള്ളത് അവർ ഓൺ ബോർഡിൽ കൃത്യമായിട്ട് പറയുക. അതിൽ 1-2 താരങ്ങൾ, സർപ്രൈസ് താരങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. മോഹൻലാലിന്റെ അഭിനയം തേച്ചു മിനുക്കുന്ന നല്ല ഗംഭീര ഒരു കഥാപാത്രമാകട്ടെ, അത് ദിലീഷ് പോത്തനെ കൊണ്ട് സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.